അടയും ഇല്ലാതെ പാലട പായസം ഉണ്ടാക്കിയാലോ? ഇന്ന് അടുത്ത ഒരു തട്ടിക്കൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസം. ഇതിനായിട്ട് നമ്മുടെ ഗോതമ്പ് ദോശ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്, ചിങ്കൂന് വേണ്ടി വാങ്ങിച്ച ചെറുലാക്ക് 6 തൊട്ട് 24 മണി വരെ നമ്മൾ ചെറുലാക്കാണ് എടുത്തേക്കുന്നത്. അതൊരു 7 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അംഗനവാടിയിൽ നിന്ന് അവ്യത്ത് വരുന്ന എന്തുണ്ടാക്കി കൊടുക്കുന്നുള്ള ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് എന്തൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കും കേട്ടോ. ഇത് അത്യാവശ്യത്തിന് ലൂസാക്കി തന്നെ എടുക്കാം. അത് നമുക്ക് കുറുക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ കുരുകുരാന്ന് കുറുക്കി വെച്ചേക്കുന്ന നമ്മുടെ ഗോതമ്പ് ദോശ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സെർലാക്ക് വാങ്ങിച്ച് വെച്ചിട്ട് ചിങ്കൂന്ന് അങ്ങനെ കഴിക്കുന്നേ ഉണ്ടായില്ല. 2 ആഴ്ചയോളമൊക്കെ അങ്ങനെ നീക്കും. പക്ഷെ കുറുക്കി കൊടുത്തിട്ട് അവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അതാണോണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അവര് കഴിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിനപ്പോൾ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര അലിയുന്ന വരെ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കുക. നമ്മുടെ കുറുക്കുന്ന പോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തള വരും. അപ്പോഴത്തേക്കും നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ അതങ്ങ് ചതച്ച് ഇട്ട് കൊടുക്കണം. തിള വന്ന് തുടങ്ങി. ഞാൻ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഏലക്കായ പൊടിച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു മണം വരും, നല്ലൊരു മണം, നല്ല പായസത്തിൻ്റെ ഒരു മണം വരും. അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി സാധനം, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പാലടേനേക്കാളും എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ആണ്. ഇപ്പോൾ സെർലാക്കൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. ചിലപ്പോൾ അവർ കഴിക്കും. ഈ ഔത്തിനൊക്കെ പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഔത്ത് കഴിച്ചു. മാഷ് വന്ന് ഇപ്പം മാഷിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതെന്താ സാധനം എന്ന് ആൾക്ക് പിടിയിട്ടില്ലായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പായസാന്ന് പറഞ്ഞ് ആസ്വദിച്ചിരുന്ന് കഴിക്കുക. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു ദോശ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ തലേ ദിവസം ഞാൻ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ദോശയില്ലേ, ആ ദോശ വെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവര് കഴിച്ചായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ഈ ഗോതമ്പ് ദോശ വെച്ച് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പൊ എനിക്ക് തോന്നിയത് അരിപ്പൊടി ദോശ കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് ഗോതമ്പ് ദോശ വെച്ച് ഉണ്ടാക്കിയ ഈ പായസത്തിനാട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം. നല്ല ടേസ്റ്റാണ്. ഇതിന്റെ ദിവസം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാത്രത്തിലാണ് കൊടുത്തത്. സെർലാക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പൊ അതാണ് ഒരു പാത്രത്തിലാണ് കൊടുത്തത്. പിന്നെ അതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഇടിയായി അവിടെ. പിന്നെ 2 പാത്രത്തിൽ വടക്കേണ്ട വന്നു. ഒന്നും കഴിക്കാനില്ലാത്ത നേരത്ത് നമ്മൾ എന്തെങ്കിലും ഇതേപോലെ തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതായിരിക്കും നല്ല ടേസ്റ്റുള്ള ഫുഡ്. അതായിരിക്കും അവരുടെ ഇഷ്ടപ്പെട്ട ഫുഡ്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫുഡ്. അങ്ങനെ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തിട്ടതാണ്. അങ്ങനെ തട്ടിക്കൂട്ടായിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് ഒരു ഫേവറേറ്റ് ആയിട്ട് ഫുഡായിട്ട് മാറിയിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ.